ഹായ് മക്കളെ, ഒന്ന് രണ്ട് കഥ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് തള്ളാണെന്നൊക്കെ തോന്നും, പക്ഷേ തള്ളൊന്നുമല്ല, നിങ്ങൾ വിശ്വസിക്കണം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ എന്നെ ഇങ്ങനെ കിട നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അജാസ് സർ നല്ല മെലിഞ്ഞ് സുന്ദരനായിട്ടുണ്ട് എന്നല്ലേ. പലരും എൻ്റെ പല വീഡിയോ കാണുമ്പോഴും ചിന്തിക്കാറുണ്ടെന്നറിയാം. അസൂയ കാരണം പലരും കമൻറ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ മെലിയാനുള്ളൊരു പ്രധാന കാരണമല്ല, രണ്ട് കാരണം എന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ ഡയറ്റ് കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്, രണ്ടാമത് ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഏകദേശം എന്താണ് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ എന്തുണ്ട്, ഒരു നടക്കാൻ ഓടാനൊക്കെ പറ്റിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എന്താണ് ഒരു ഏകദേശം ഒരു ഇതെനിക്കൊന്നൊരു 200 മീറ്ററൊക്കെ ഉണ്ടാവാം ഒരു റൗണ്ട് ഓടുമ്പോൾ. ഞാൻ അവിടെ നിന്ന് എന്നും ഓടാൻ തീരുമാനിച്ചു. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഓടാൻ പോയപ്പോൾ ഞാനൊരു 3-4 റൗണ്ടെങ്കിലും ഓടണം എന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ ഒരു റൗണ്ട് പോലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ കിതച്ച് ശ്വാസം മുട്ടി ഇപ്പം മരിക്കുന്നൊക്കെ ആയിപ്പോണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ 3 റൗണ്ടൊക്കെ ഓടണം എന്ന് വിചാരിച്ച് കുറച്ച് ഡൗണൊക്കെ ആയിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, ഇങ്ങനെ പോകണം, ഞാൻ ഇപ്പോൾ അടുത്ത് തന്നെ പോകുമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം ഓടി. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസമായി ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് മോസ്റ്റ് ഓഫ് ഞാൻ ട്രാവൽ ചെയ്യുന്നില്ലെങ്കിൽ ഓടാറുണ്ട്. ആൻഡ് ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 10 റൗണ്ടൊക്കെ എനിക്ക് ഓടാറുണ്ട്. 10 റൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എനിക്ക് ഓടാൻ പറ്റാറുണ്ട്. ഞാൻ മെലിഞ്ഞതിനുള്ള ഒരു പ്രധാന കാരണം അതാ. ഞാൻ ഈ കഥ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തള്ളാണെന്ന് തോന്നുന്നുണ്ടോ? ശരിക്ക് സത്യം, അല്ലെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളാണ് ഈ സ്ഥാനത്തെങ്കിൽ ഇതുപോലെ തന്നെയല്ലേ സംഭവിക്കുക. അതായത് ആദ്യത്തെ ദിവസം നമുക്ക് എന്താണ് വിചാരിച്ചത്രയൊന്നും ഓടാനല്ല, പിന്നെ എന്ന് ഓടിയാൽ നമ്മൾ മെല്ലെ മെല്ലെ ബെറ്റർ ആവും. ഇനിയിപ്പോൾ എന്താ, ഈ 2 കിലോമീറ്റർ ഒരു 3-4 മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 കിലോമീറ്റർ ഒക്കെ ആക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ശരിയല്ലേ? ഇനി ഇതേ സംഭവം തന്നെയാണ് ഞാൻ പണ്ട് സൈക്കിൾ പഠിക്കുമ്പോൾ ഉണ്ടായത്. അത് ആദ്യത്തെ ദിവസം സൈക്കിൾ പഠിക്കുമ്പോൾ എന്താണ്, ഒരു 3 ദിവസം കൊണ്ട് പഠിച്ചിട്ട് എന്താ മെയിൻ റോഡിൽ കത്തിച്ച് പോകണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആദ്യം ഒരു 2 ചവിട്ടുമ്പോഴത്തേക്ക് ഞാൻ താഴെ വീണുണ്ട്. ഓക്കെ, അന്ന് ഈ വീലുള്ള സാധനമൊന്നും ഇല്ല എന്നാട്ടോ എൻ്റെ ഓർമ്മ. ഞാൻ അതിലല്ല പഠിച്ചത്. ഓക്കെ റൈറ്റ്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് തള്ളായിട്ടൊക്കെ തോന്നാം. പക്ഷേ വീണു, പിറ്റേ ദിവസം ട്രൈ ചെയ്തു, മെല്ലെ എന്താണ് 3-4 റൗണ്ട് ഓടിക്കുക, പിന്നെ കാല് കുത്തി അങ്ങനെയൊക്കെ വെച്ച് അവസാനം എന്താണ് 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ നല്ല സ്മൂത്തായിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു. ഒരു പക്ഷേ എന്താണ് നിങ്ങളും സൈക്കിൾ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ തന്നെയല്ല. നിങ്ങൾ സൈക്കിൾ മാത്രമല്ല മറ്റെന്ത് കാര്യവും ഇതുപോലെ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, നമ്മൾ പഠിച്ചിട്ട് ആദ്യം കുറച്ച് ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാവും, വിചാരിച്ച പോലെ കാര്യം നടത്തുന്നുണ്ടാവും. പക്ഷേ പിറ്റേന്ന് നമ്മളിങ്ങനെ പഠിച്ച് നല്ല പ്രോ ആയിട്ടുണ്ടാവും പല സാധനത്തിലും, ക്രിക്കറ്റിലും ഫുട്ബോളിലൊക്കെ. അങ്ങനെ തന്നെയല്ലേ നിങ്ങളായത്. ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞത് എന്തിനാണെന്നോ, ഈ ഒരു ചിന്ത പക്ഷെ നിങ്ങൾ പഠനത്തിൻ്റെ കേസിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാറില്ല. കാരണം എനിക്ക് ഒരുപാട് മെസ്സേജസ് എന്നും വരാറുണ്ട്, സാറേ എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല, 5 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ബോറടിക്കുന്നു, സാറേ പഠിക്കുമ്പോൾ ഉറക്ക് വരുന്നു എന്നൊക്കെ ഉള്ളത്. എടാ, നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ചെയ്യുമ്പോൾ, കുറേ കാലത്തിന് ശേഷം ഓടുകയും നടക്കുകയും ഒന്നും ചെയ്യാത്ത ഞാൻ ആദ്യമായിട്ട് ഓടുമ്പോൾ എന്താ, എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങളും കൊണ്ടും പറ്റൂല. നിങ്ങൾ അതേ സ്ഥാനത്ത് 1 ആഴ്ച 2 ആഴ്ച 1 മാസം കഴിഞ്ഞിട്ടും അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിനക്കെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെയാണോ നടക്കുക അല്ലേ? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഓടി തുടങ്ങി അന്ന് എന്നെ കൊണ്ട് ഓടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക, അല്ല ആരോടെങ്കിലൊക്കെ വിളിച്ചു വയ്ക്കുക, ഞാനിന്നെന്താ 1 റൗണ്ട് പോലും എനിക്ക് ഓടാൻ പറ്റിയില്ലടാ, എന്താ ഇപ്പം ചെയ്യുക? പിന്നെ നമ്മളെന്ത് ചെയ്യും, 3-4 ദിവസം ഇങ്ങനെ വെറുതെ നടക്കും. പിന്നെ നമുക്കൊരു കുറ്റബോധം വരും. പിന്നെ ഞാൻ എന്താണ് ഓടും, തളരും, വീണ്ടും എന്താ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. പിന്നെ 4 ദിവസം എന്നുള്ളത് 1 ആഴ്ചയോ 2 ആഴ്ചയോ കഴിയും. വീണ്ടും എന്താ പെട്ടെന്നായിരിക്കും എന്തുണ്ടാവുക, ഒരു കിതപ്പൊക്കെ വരുമ്പോൾ അമ്മ ഇനി എക്സസൈസ് ചെയ്തില്ലേ നടക്കൂല, വീണ്ടും ഓടും, വീണ്ടും എന്താ പറയുക 1 റൗണ്ട് പറ്റൂല. ഇതല്ലേ ശരിക്കും നിങ്ങളുടെ പഠനത്തിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ അല്ലെ ഒരു പാഠം തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോയിരിക്കും. കുറേ കാലത്തിന് ശേഷമാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്താ, നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച ഫ്ലോയിലൊന്നും എത്താൻ പറ്റൂല. ശരിയല്ലേ? പിന്നെന്താ, നമ്മൾ ആകെ നിരാശരാം, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റൂല, പടച്ചോൻ എനിക്ക് പഠിക്കാനുള്ള കഴിവെന്നില്ല, എന്താപ്പം ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ പഠിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഒരു 3-4 ദിവസം പഠിക്കൂല, പിന്നെ പിറ്റേന്ന് നാളെ എന്താ ക്ലാസ് ടെസ്റ്റാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും പഠിക്കാൻ നോക്കും. ഇത് തന്നെ സംഭവിക്കും. പിന്നെ 1 ആഴ്ച പഠിക്കുകയല്ല, പിന്നെ പെട്ടെന്നാണ് എന്ത് ചെയ്യുക, ഫൈനൽ എക്സാമിൻ്റെ ഡേറ്റ് വന്ന് എന്നാ ഇനി പഠിച്ചു തുടങ്ങാം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഇത് തന്നെ. പക്ഷെ അതല്ല മെത്തേഡ്. നിങ്ങൾ എന്ത് ചെയ്യണം, എന്നും ഇത് ഞാൻ പരീക്ഷിച്ചതാണ് കേട്ടോ. അതായത് നമ്മുടെ കൂടെ +2 പഠിക്കുന്ന എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഒരു പയ്യനുണ്ട്, അവൻ ഇതേ പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോൾ സാറേ നല്ല മെച്ചമുണ്ട്, ഓരോ ദിവസം എന്താ കൂടുതൽ സമയം പഠിക്കാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ലൈഫിൽ വേറെ എന്ത് കാര്യം പഠിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സമയമെടുക്കും ദാസ, സമയമെടുക്കും അല്ലേ?
എന്നിട്ട് എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ അത് കയറി വന്നോളും. നിങ്ങൾ ഒരൊറ്റ കാര്യം ഒന്ന് വിചാരിക്കുക, ഒരാഴ്ച, ഒരു മാസമൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഒരാഴ്ച എന്നും രാത്രി 7 മണിക്ക് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് അല്ലെ യൂട്യൂബ് തുറന്ന് ഒരു ചാപ്റ്റർ പഠിക്കാൻ നോക്കുക. മടുക്കുമ്പോൾ നിങ്ങൾ നിർത്തിക്കോ. പക്ഷെ എന്താണിത്, പിറ്റേന്ന് വരാതിരിക്കരുത്. പിറ്റേന്നും പഠിച്ചു തുടങ്ങിയാൽ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. 10ാം ക്ലാസ് തോറ്റ ആളാണ് ഇന്ത്യയിലെ ഏറ്റവും ടഫായിട്ടുള്ള സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്ത നമ്മുടെ അൽഫോൺസ് കണ്ടെന്താണ്. 10ാം ക്ലാസ് തോറ്റ ഒരാൾക്ക് പിന്നെ ലൈഫിൽ എപ്പോഴെങ്കിലും പഠിക്കാൻ പറ്റുമെന്ന് തോന്നുമോ? ഇല്ല. പക്ഷെ എന്താ, നിരന്തരമായ പ്രാക്ടീസ് ചെയ്താൽ നടക്കും. ആൻഡ് ഇത് ലൈഫിൽ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. നിങ്ങൾ ഇനി 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോഡിങ് പഠിക്കേണ്ടി വരും, അല്ലെ ഡാറ്റ അനലിറ്റിക്സ് പഠിക്കേണ്ടി വരും. അന്നേരമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും. പക്ഷേ ഈ കാര്യം മനസ്സിലാക്കുക, എന്നും പഠിച്ചു വെക്കുക, കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും. ഇനി എന്ത് ചെയ്യരുത്, ഇനി നിങ്ങൾ ഒരാഴ്ച പഠിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നെ കൊണ്ട് നടക്കുന്നില്ല എന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരാഴ്ച ഒന്ന് പഠിച്ച് നോക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സാർ ഒരാഴ്ച ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇതേ സങ്കടം പറയുന്ന ബാക്കി നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഷെയറും ചെയ്യുക. അടുത്ത ടിപ്പായിട്ട് ഉടനെ തന്നെ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബും ചെയ്യട്ടോ. വീഡിയോ ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്യണേ. അപ്പോൾ ബൈ.